നമുക്കിനി കുറച്ച് പണത്തെപ്പറ്റി സംസാരിച്ചാലോ? പണം എന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണല്ലേ. എനിക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ പണം ഉണ്ടാക്കാം എന്നതിനെ പറ്റിയല്ല, എങ്ങനെ നമ്മുടെ ചിലവിനെ നിയന്ത്രിക്കാം എന്നതിനെ പറ്റിയാണ്. നമ്മൾ എത്ര കാശ് സമ്പാദിച്ചിട്ടും പണം നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ലേ? എങ്കിൽ നിങ്ങളുടെ ചിലവിനെപ്പറ്റി ചിന്തിക്കേണ്ട ടൈമായി. നമ്മുടെ വരുമാനത്തിനെക്കാട്ടിയും നമ്മൾ ചിലവ് വരുന്നുണ്ടെങ്കിലാണ് നമ്മുടെ കയ്യിൽ പൈസ നിൽക്കാത്ത പോലെ തോന്നുന്നത്. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിലവിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്തൊക്കെയാണോ ചിലവ് വരുന്നത്, അനാവശ്യ ചിലവുകൾ എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. നിങ്ങളാദ്യം ഒരു പേപ്പറിൽ നിങ്ങൾക്ക് വരുന്ന ചിലവുകൾ എഴുതി വെക്കുക. അതിൽ ആവശ്യമായതും അനാവശ്യമായതും നിങ്ങൾ തന്നെ വേർതിരിച്ചെടുക്കുക. പിന്നീട് ചെയ്യേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വരുന്ന അനാവശ്യ ചിലവുകളെ നിങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അത് തീർത്തും ഒഴിവാക്കാൻ ശ്രമിക്കുക. പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്ക് ഇതൊന്നും ഒഴിവാക്കാൻ സാധിക്കില്ല. പതിയെ മെല്ലെ നമ്മൾ ഓരോ അനാവശ്യ ചിലവും ഒഴിവാക്കുക എന്ന് വിചാരിച്ച് ആവശ്യ സമയങ്ങളിൽ നമ്മൾ ഒരിക്കലും പിശുക്ക് കാണിക്കാൻ പാടില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടുന്ന അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വരുമാനത്തിൻ്റെ സ്രോതസ്സ് കൂട്ടാൻ ശ്രമിക്കുക. അതായത് ഒരു ഭാഗത്തു നിന്ന് മാത്രമല്ലാതെ പല വഴിയിലൂടെ വരുമാനം കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങളൊരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ജോലിക്ക് പുറമെ സൈഡ് ബിസിനസ്സുകൾ തുടങ്ങുക. സൈഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കിയതിന് ശേഷം നിങ്ങളുടെ വരുമാനം തനിയെ കൂടുന്നതായി കാണാം. ആ ഒരു വരുമാനത്തിൽ നിന്നും ചെറിയൊരു പൈസ എടുത്ത് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിന് മാറ്റിവെക്കുക. ആദ്യം തന്നെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ ആദ്യം തന്നെ കണ്ടുപിടിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചിലവ് കുറച്ച് നിങ്ങളുടെ വരുമാനം കൂട്ടുവാൻ നിങ്ങൾക്ക് സാധിക്കും.